ഫ്രാൻസിന്റെ സുവർണ തലമുറയിലെ ഒരു സുന്ദര താരകം കൂടി പടിയിറങ്ങുന്നു. അന്താരാഷ്ട്ര തലത്തിലും ക്ലബ്ബ് തലത്തിലും ഒരുപോലെ തിളങ്ങിയ ആന്റോയിൻ ഗ്രീസ്മാനാണ് 33-ാം വയസ്സിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2018 ലോക കിരീടം നേടിയപ്പോഴും 2022 ലോകകപ്പിൽ റണ്ണറപ്പ് ആയപ്പോഴും ഫ്രാൻസ് ടീമിന്റെ നെടുന്തൂണായി ആന്റോയിൻ ഗ്രീസ്മാൻ ഉണ്ടായിരുന്നു. 10 വർഷം നീണ്ട സംഭവബഹുലമായ രാജ്യാന്തര കരിയറിന് ശേഷമാണ് ഗ്രീസ്മാൻ ഫ്രഞ്ച് ടീമിൽ നിന്ന് പടിയിറങ്ങുന്നത്. 2018 ഫ്രാൻസിന് ലോക കിരീടം നേടിക്കൊടുത്തതിന് പുറമെ 2021 യുവേഫ നേഷൻസ് ലീഗ് കിരീടം നേടിയ ഫ്രഞ്ച് ടീമിലും ഗ്രീസ്മാൻ അംഗമായിരുന്നു. 2016 യൂറോ കപ്പിൽ ഫ്രാൻസിനെ ഫൈനൽ വരെ എത്തിച്ചു. അതേ വർഷം 6 ഗോളുമായി യൂറോ കപ്പിലെ ടോപ്പ് സ്കോററായതും ഗ്രീസ്മാൻ തന്നെയായിരുന്നു. 2014 മുതൽ ഫ്രാൻസ് ദേശീയ ടീമിന്റെ മുന്നേറ്റ നിരയിൽ സ്ഥിര സാന്നിധ്യമാണ് ഗ്രീസ്മാൻ. ഫ്രാൻസിനായി 137 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളുകളാണ് ഗ്രീസ്മാന്റെ സമ്പാദ്യം. 2018 റഷ്യയിൽ നടന്ന ലോകകപ്പിൽ ഫൈനലിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ച് കിരീടം ചൂടിയതാണ് കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടം. 2021 യുവേഫ നേഷൻസ് ലീഗിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിയായിരുന്നു കിരീടധാരണം. ഫ്രാൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജേഴ്സി അണിഞ്ഞ 4ാമത്തെ താരം കൂടിയാണ് ആന്റോയിൻ ഗ്രീസ്മാൻ. ഫ്രഞ്ച് ഫുട്ബോളിലെ 4ാമത്തെ ടോപ്പ് സ്കോററായ ഗ്രീസ്മാനാണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ ഫ്രഞ്ച് താരവും. ഫ്രാൻസിന് വേണ്ടി 30 അസിസ്റ്റുകളാണ് ഗ്രീസ്മാൻ നൽകിയിട്ടുള്ളത്. ഫ്രഞ്ച് പരിശീലകനായി ദിദിയർ ദശാംസ് എത്തിയതോടെയാണ് ഫ്രഞ്ച് ടീമിൽ ഗ്രീസ്മാനും ഉദിച്ചുയരുന്നത്. 2018 ലോകകപ്പിലെ കിരീട നേട്ടത്തിൽ നിർണായക സാന്നിധ്യമായിരുന്നു ഗ്രീസ്മാൻ. 2018 ലോകകപ്പിൽ ദിദിയർ ദശാം നിർണായകമായ പൊസിഷനിലാണ് ഗ്രീസ്മാനെ കളിപ്പിച്ചത്. 2018 മുന്നേറ്റ നിരയിൽ കളിച്ച ഗ്രീസ്മാൻ ആ ലോകകപ്പിൽ 7 ഗോളുകളും നേടിയിരുന്നു. ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ നേടിയ 1 ഗോളും ഇതിൽ ഉൾപ്പെടും. എന്നാൽ 2022 ഖത്തറിലെത്തിയപ്പോൾ പരിക്ക് മൂലം മധ്യനിരക്കാരായ പോൾ പോഗ്ബോയും എൻഗോളോ കാന്റെയും ഫ്രാൻസിന് നഷ്ടമായി. അപ്പോൾ മധ്യനിരയിൽ ഉണ്ടായിരുന്നതാകട്ടെ പരിചയസമ്പത്ത് അത്രയൊന്നുമില്ലാത്ത താരങ്ങളും. ഈ കടുത്ത പ്രതിസന്ധി മറികടക്കാൻ പരിശീലകൻ ദശാംസ് കണ്ട സൂത്രമായിരുന്നു ആന്റോയിൻ ഗ്രീസ്മാൻ. മുന്നേറ്റ നിരയിൽ നിന്ന് മധ്യനിരയിലെ പ്രധാനിയുടെ റോളിലേക്ക് ഗ്രീസ്മാനെ പറിച്ചു നട്ടു. ഇതാകട്ടെ വിജയിക്കുകയും അതുവഴി ഫ്രാൻസ് ഫൈനലിലെത്തുകയും ചെയ്തു. പക്ഷെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്കെതിരെ ഫ്രഞ്ച് ടീം പരാജയപ്പെടുകയായിരുന്നു. ഗ്രീസ്മാനിൽ കോച്ച് അർപ്പിച്ച അപാരമായ വിശ്വാസം കൊണ്ടാണ് മധ്യനിരയിലേക്ക് അദ്ദേഹത്തെ ഇറക്കി കളിപ്പിച്ചത്. 2016 യൂറോ കപ്പിൽ 6 ഗോളോടെ ടോപ്പ് സ്കോററായ ഗ്രീസ്മാനെ സംബന്ധിച്ച് ഈ റോൾ ഒരുപക്ഷെ ത്യാഗമെന്ന നിലയിൽ നോക്കിക്കാണാം. ഗോളടിക്കാൻ വിദഗ്ധനായ താരത്തിൽ നിന്ന് പിന്നീട് ഗോളുകൾ പിറക്കുന്നത് തുലോം കുറവായി. 2022 നവംബറിന് ശേഷം 2 ഗോളുകളാണ് ഗ്രീസ്മാൻ ഫ്രഞ്ച് ടീമിനായി നേടിയത്. 115 കളികളിൽ നിന്ന് 42 ഗോളുകൾ നേടിയ താരം പിന്നീട് 139 മത്സരങ്ങളായപ്പോഴേക്കും നേടിയത് 44 ഗോളുകൾ മാത്രമായി. ഗ്രൗണ്ടിൽ എല്ലായിടത്തും കാണാനാവുന്ന അസാമാന്യ പ്രതിഭയാണ് ഗ്രീസ്മാൻ. ടീം ഗോളടിക്കാൻ പോകുമ്പോൾ അവിടെയും പ്രതിരോധിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെയും മധ്യനിരയിൽ കളിമെനയുമ്പോൾ അവിടെയുമെല്ലാം ഗ്രീസ്മാന്റെ സാന്നിധ്യമുണ്ടാകും. മനം നിറയെ ഓർമ്മകളുമായി ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, വീണ്ടും കാണാം എന്നു പറഞ്ഞാണ് ഗ്രീസ്മാൻ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിട പറഞ്ഞത്.